പാലാ നഗരസഭയിൽ യുഡിഎഫിലുണ്ടായ പൊട്ടിത്തെറിക്ക് പിന്നാലെ അനുനയ നീക്കം സജീവമാക്കി കോൺഗ്രസ്. യുഡിഎഫ് ഭരണം വീഴ്ത്താനുള്ള തന്ത്രങ്ങളുമായി കേരള കോൺഗ്രസ് എമ്മും സജീവമാണ്. ഭരണം വീണാൽ കോൺഗ്രസുമായി സഹകരിച്ച് ഭരണത്തിൽ എത്താൻ കേരള കോൺഗ്രസ് എം തയ്യാറാകുമോ എന്നതാണ് പാലയെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റുന്നത്. നിലവിൽ 10 അംഗങ്ങളാണ് കേരള കോൺഗ്രസിന് ഉള്ളത്. 6 അംഗങ്ങൾ കോൺഗ്രസിനും 3 അംഗങ്ങൾ ജോസഫ് ഗ്രൂപ്പിനും ഉണ്ട്. നമ്മൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് ഒരു പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കേരളത്തിലുടനീളം ഏറ്റവും അധികം ശ്രദ്ധേയമായ ഒരു മണ്ഡലം, ഒരു നഗരസഭയായിരുന്നു പാല എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടുത്തെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യം, അവിടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു തട്ടകമാണ് അവിടെയാണ് ഒരു കുടുംബം ഭരണത്തിലേക്ക് ഏറിയത്. അതിന് ചുക്കാൻ പിടിച്ചതാകട്ടെ യഥാർത്ഥത്തിൽ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ നേരിട്ടാണ്. അതായത് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി തന്നെയാണ് അവിടെ ആ കുടുംബം ഭരണത്തിൽ ഏറിയത് എന്നത് രാഷ്ട്രീയ കൗതുകം ഉണ്ടാക്കിയ ഒന്നാണ്. അവിടെയാണ് കോൺഗ്രസിന് അകത്തു നിന്ന് തന്നെ ഇപ്പോൾ ഒരു അംഗത്തിനെതിരെ വലിയ വിമർശനം ഉയരുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇതാ ഇപ്പോഴത്തെ ഈ പാലാ നഗരസഭയുടെ ഒരു സ്ട്രെങ്ത് എന്ത് എന്നതുകൂടി നമ്മൾ ഒന്ന് നോക്കിപ്പോകുമ്പോഴാണ് അവിടെ കോൺഗ്രസിന് 6 അംഗങ്ങൾ ഉണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്, അതാണ് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതായത് ജോസഫ് ഗ്രൂപ്പിന് 3, ഒപ്പം നേരത്തെ സൂചിപ്പിച്ച ആ സ്വതന്ത്ര കൂട്ടായ്മ 3 എന്നതാണ് അവിടുത്തെ സാഹചര്യം. ഇനി മറുഭാഗത്തേക്ക് വന്നാൽ, അതായത് പ്രതിപക്ഷം എന്ന നിരയിലേക്ക് വരുമ്പോൾ അവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു തട്ടകം എന്ന നിലയിൽ അവർക്ക് വലിയ മേൽക്കൈ നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. കേരള കോൺഗ്രസ് എമ്മിന് 10 ഇടത്ത് വിജയിക്കാൻ സാധിച്ചിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയുള്ള കേരള കോൺഗ്രസ് എം എടുക്കുന്ന നിലപാട്, ഒപ്പം യുഡിഎഫിനകത്തെ ഭിന്നത, ഇതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിർണായകമാകുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, ഏറെ കൗതുകകരമായ ഒരു ഭരണ സംവിധാനം എന്ന് വേണമെങ്കിൽ പറയാം. രാഷ്ട്രീയ കൗതുകമുണ്ടാക്കിയിരുന്നു, അതിനപ്പുറം രാഷ്ട്രീയ തന്ത്രങ്ങൾ കൂടിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അത് എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥയുമാണ് ഉള്ളത്. നമുക്ക് ആദ്യം ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നീക്കത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോഴീ യു ഡി എഫിൻ്റെ കെട്ടുറപ്പ് അത് ഏതാണ്ട് തകർന്ന സാഹചര്യം ഉണ്ടോ? പ്രത്യേകിച്ച് ഈ പരാതി, അത് തന്നെ വാച്ചടക്കമൊക്കെ മോഷണം പോയി എന്ന നിലയിലാണല്ലോ പരാതി ഉയർന്നു വന്നിട്ടുള്ളത്. അഭിലാഷ്, തീർച്ചയായും അതിനിടയിൽ വലിയ കോളിളക്കം ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭിന്നതയുണ്ട്. രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് പരസ്യമായി തന്നെ കാര്യങ്ങൾ എത്തുന്നു. അത് പോലീസ് കേസിലേക്ക് തന്നെ എത്തുന്നു എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കോൺഗ്രസ് ആ ഒരു ബോധ്യത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഇന്നുകൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കം നേതൃതലത്തിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ കൗൺസിലർമാർ യോഗം ചേർന്നിരുന്നു. ബിനുവുമായി ചേർന്ന് പോകാൻ കഴിയില്ല എന്ന നിലപാടൊക്കെ പൊതുവെ കൗൺസിലർമാർ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചേർന്ന് പോകാൻ കഴിയില്ല എങ്കിൽ കോൺഗ്രസിന് അവിടെ ഭരണം പിടിക്കുക എന്നതാണ് അടുത്ത തന്ത്രം. പക്ഷെ ഭരണം പിടിക്കണമെങ്കിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് സാധിക്കില്ല. കേവലം 6 അംഗങ്ങളെ ഉള്ളൂ. ഇനി ജോസഫ് ഗ്രൂപ്പ് മുന്നണിയിലുള്ള പാർട്ടി എന്ന നിലയിൽ ജോസഫ് ഗ്രൂപ്പിന്റെ സീറ്റ് കൂടി വന്നാൽ 9 ആകും. പിന്നെ ഒരു സീറ്റ്, അത് മാണി സി കാപ്പനുമായി ചേർന്ന സീറ്റാണ്, അത് 10. പക്ഷെ അവിടെ ഒതുങ്ങും. പിന്നെ പിന്തുണ വേണ്ടി വരിക, അതായത് 14 സീറ്റ് വേണം പിന്തുണയ്ക്ക്. അതായത് കോൺഗ്രസിന് ഭരണം പിടിക്കണമെങ്കിൽ കേരള കോൺഗ്രസ് എമ്മുമായ ഒരു സഖ്യം തന്നെ വേണം എന്ന നിലയാണ് ഉള്ളത്. ആ സാഹചര്യത്തിൽ ഈ നിലവിൽ കേരള കോൺഗ്രസ് എമ്മുമായി ചേർന്നൊരു സഖ്യം അല്ലെങ്കിൽ ഒരു മുന്നണി എന്ന ചർച്ച അത്ര എളുപ്പമല്ല. കാരണം ഈ സമീപ ദിനങ്ങളിലാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ ഏറ്റുമുട്ടൽ ഉണ്ടാകുകയും കേരള കോൺഗ്രസ് എമ്മിനെ പരാജയപ്പെടുത്തുകയും ഒക്കെ കോൺഗ്രസ് ചെയ്തത്. ജില്ലയിലെ 9 സീറ്റും അവർ പിടിച്ചെടുത്തു യുഡിഎഫ്. അങ്ങനെ നിൽക്കുമ്പോൾ കേരള കോൺഗ്രസ് എമ്മുമായി പാലയിൽ ഒരു പ്രാദേശിക സഹകരണമാണെങ്കിൽ പോലും അതിനൊരു സമയമായിട്ടില്ല എന്നതാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോവുക എന്നതാണ് അവരുടെ മുന്നിലുള്ള ഒരു തന്ത്രം. അതിനുവേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അഭിലാഷ്, യെസ്, തീർച്ചയായും. അതായത് മുന്നണിക്കകത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോവുക, അങ്ങനെ ഭരണം തുടരുക എന്നതാണ്. പക്ഷേ ഒട്ടേറെ സാധ്യതകൾ ആണല്ലോ ഈ പാലായിൽ നമുക്ക് ഉള്ളത്. അതെല്ലാം സാധ്യതകൾ തന്നെയാണ്. ABC എന്ന ഓപ്ഷനിൽ തന്നെയാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ കേരള കോൺഗ്രസ് എമ്മിനകത്ത്
ഈ മുന്നണിയിൽ ഇടതുമുന്നണിയിൽ തുടരേണ്ടതുണ്ടോ എന്ന വലിയ സംശയം ഉയരുന്നു. വലിയൊരു വിഭാഗത്തിനും ഈ മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കാര്യമില്ല എന്ന അഭിപ്രായമുണ്ട്. UDF പ്രവേശനത്തിന് സാധ്യത തെളിയുന്നുവെങ്കിൽ അതിനുള്ള അവസരം നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു സാധ്യത പാലായിൽ തെളിയുന്നുണ്ടോ? പാല UDFിലേക്കുള്ള ഒരു പാലമായി മാറാൻ സാധ്യത വളരെ കൂടുതലാണോ ശ്രീജിത്ത്? അഭിലാഷ്, ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. കാരണം കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് നിലവിൽ അവർ സംപൂജ്യരായി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. സമ്പൂർണ്ണ പതനമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. 12 സീറ്റ് ലഭിച്ചു, മത്സരിച്ചു. പക്ഷെ 12ലും തോറ്റു. തൊട്ടപ്പുറത്ത് ജോസഫ് ഗ്രൂപ്പ് 8 സീറ്റിൽ മത്സരിച്ച് 7ലും ജയിച്ച സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ പാർലമെന്റ് സീറ്റില്ല. ആകെ ജോസ് കെ മാണിക്കുള്ള ഒരു രാജ്യസഭാ MP സ്ഥാനം മാത്രമാണ് നിലവിൽ ഉള്ളത്. അതാണ് ഫലത്തിൽ ഇനി ഒരു UDF രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറാതെ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന തോന്നൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആ പാർട്ടിയിൽ ഉരുത്തിരിഞ്ഞു വന്നത്. മാത്രമല്ല കത്തോലിക്ക സഭ അടക്കം ഇതിന് വലിയ നീക്കങ്ങൾ നടത്തുന്നു. പക്ഷേ അത് പൊളിഞ്ഞു പോകുന്നു. CPM അത് പൊളിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് UDFിലേക്ക് കയറാൻ എങ്ങനെയും അവർ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഒരു കോൺഗ്രസ് സഖ്യം എന്നുള്ളത് അവർക്കിപ്പോൾ തന്നെ സ്വാഗതാർഹമാണ്. പക്ഷേ കോൺഗ്രസിന് അത് സ്വീകാര്യമാകാൻ സാധ്യതയില്ല ഈ ഘട്ടത്തിൽ. പക്ഷേ ഒരു 1-2 കൊല്ലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഒരു സാധ്യതയിലേക്ക് തന്നെ ഈ ഇപ്പോഴുണ്ടായിരിക്കുന്ന പൊട്ടിത്തെറി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടി വരിക. അതായത് പാല അഭിലാഷ് ചോദിച്ചതുപോലെ ഫലത്തിൽ ഒരു പാലമായി മാറുകയും അവിടെ UDFിലേക്ക് എത്തുന്ന നിലയിലേക്ക് എത്തും. നമുക്കറിയാം അതിനുള്ള തുടക്കം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ ജോസ് കെ മാണിയുടെ പ്രതികരണം. CPM ക്രോസ് വോട്ട് ചെയ്തു എന്ന അതിഗുരുതരമായ ആരോപണമാണ് CPM പോലുള്ള ഒരു കേഡർ പാർട്ടിക്കെതിരെ ജോസ് കെ മാണി പറഞ്ഞത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതായത് ജോസ് കെ മാണി അവിടെ തുടക്കമിട്ടു. CPMുമായി അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ട് മുന്നണിക്കുള്ളിൽ നിൽക്കുക എളുപ്പമല്ല എന്ന് ഉള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. അവിടെയാണ് ഒരു തുടക്കമിട്ടത്. അതിന്റെ തുടർച്ചകളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ അത് സാധ്യമാകുമോ എന്ന സംശയം മാത്രമാണുള്ളത്. ഈ 26-നാണ് ഈ ഭരണസമിതി അധികാരമേറ്റ് 6 മാസം പൂർത്തിയാകുന്നത്. അന്നേരം നിലവിലുള്ള മറ്റൊരു കോൺഗ്രസ് വിമതയായ മായ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കും. ആ സ്ഥാനം ലക്ഷ്യം കണ്ട് കോൺഗ്രസ് നടത്തുന്ന നീക്കമാണ്. അതായത് ഇപ്പോൾ മായ രാഹുൽ രാജിവെച്ചാൽ വീണ്ടും വൈസ് ചെയർമാൻ പദവിയിലേക്ക് വരിക ബിനു പുളിക്കകണ്ഠമാണ്. അങ്ങനെയാണ് കോൺഗ്രസുമായി തുടക്കത്തിൽ ഉണ്ടായിരിക്കുന്ന ധാരണ. അതായത് അച്ഛനും മകളും ഫലത്തിൽ പാലാ നഗരസഭ ഭരിക്കുന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. അത് പൊളിക്കാനുള്ള ഒരു നീക്കമാണ് കോൺഗ്രസിൽ നടക്കുന്നത്. കോൺഗ്രസിന് ഇപ്പോഴത്തെ ഭരണം കൊണ്ട് ഗുണമില്ല എന്നുള്ളതാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു വികാരം. പക്ഷേ പാലാ പോലെ കേരള കോൺഗ്രസ് എമ്മിന്റെ തട്ടകം പിടിച്ചെടുത്ത കോൺഗ്രസിന് ഒരു UDF ഭരണത്തിന് അതങ്ങ് പെട്ടെന്ന് ഇട്ടെറിഞ്ഞ് കേരള കോൺഗ്രസുമായി ഒരു സഖ്യത്തിന് പോയാൽ അത് രാഷ്ട്രീയമായി എത്ര ശരിയാകും എന്ന ചോദ്യം മുന്നണിക്കുള്ളിൽ ഉണ്ട്. ശരി, തീർച്ചയായും അവിടെ ശ്രീജിത്ത്, ഈ രാഷ്ട്രീയമായ ശരിതെറ്റുകളൊക്കെ കാലമാണ് പലപ്പോഴും മായ്ച്ചു കളയുക എന്നതാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുതന്നെയാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യവും. ഈ കീരിയും പാമ്പുമായിരിക്കുന്നവരൊക്കെ പിന്നീട് കെട്ടിപ്പിണഞ്ഞ് നടക്കുന്നത് നമ്മൾ കാണുന്നതാണ്. ഒപ്പം ഇങ്ങനെയൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഉരുത്തിരിയുമ്പോൾ നമുക്ക് നേരത്തെ തന്നെ അറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ നീക്കങ്ങൾക്ക് അധികവും തടയിടുന്നതിൽ മുന്നിൽ നിന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമായിരുന്നു. അവർക്ക് ഫലത്തിൽ അതൊരു നഷ്ടത്തിലേക്ക് പോകും എന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിലും കോംപ്രമൈസ് ചെയ്ത് 8 സീറ്റുകളിലേക്ക് എത്തി. പക്ഷേ 7 വിജയിച്ച് ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് അവർ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെയൊരു നീക്കമുണ്ടായാൽ അത് കേരള കോൺഗ്രസ് ജോസഫിൻ്റെ ഒരു നിലപാട് എന്തായിരിക്കും? നമുക്കിതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. എങ്കിൽ പോലും എന്ത് സംഭവിക്കാം? അവർക്ക് അതിനോടൊരു വിയോജിപ്പിനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ ശ്രീജിത്ത്? അഭിലാഷ്, അവിടെയാണ് ശ്രദ്ധേയമായ മറ്റൊരു രാഷ്ട്രീയമുള്ളത്. ജോസഫ് ഗ്രൂപ്പ് നിലവിൽ, അതായത് ഈ തർക്കങ്ങളുടെ തുടക്കം ഈ ബിജു മാത്യൂസ് എന്ന കോൺഗ്രസിന്റെ കൗൺസിലർ ഉന്നയിച്ച ചില ആരോപണങ്ങളും ബിനു പുളിക്കകണ്ഠം തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന ആരോപണവുമാണ്. പക്ഷേ ഈ ആരോപണം ഒരു കൗൺസിലല്ല, അവിടെ ജോസഫ് ഗ്രൂപ്പ് നേതാക്കളെല്ലാം മെമ്പർമാരെല്ലാം ഇരിക്കുന്ന സമയത്താണ് സംഭവിച്ചത്. അത് തെറ്റായ ആരോപണമാണ് എന്ന നിലപാടുമായി ജോസഫ് ഗ്രൂപ്പ് കൗൺസിലർമാർ ഇതിനകം തന്നെ രംഗത്ത് വന്നു. അതായത് അതിന്റെ യാഥാർത്ഥ്യം
നിലവിൽ ബിനു പുളിക്കക്കണ്ടത്തിനൊപ്പമാണ് ജോസഫ് ഗ്രൂപ്പ് അംഗങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ UDFന്റെ സംസ്ഥാന നേതൃത്വം മറിച്ചൊരു തീരുമാനമെടുത്താൽ അതിനെ അട്ടിമറിച്ചുകൊണ്ട് ജോസഫ് ഗ്രൂപ്പ് അപ്പുറത്തൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ അപ്പോഴും വളരെ ശ്രദ്ധേയമായിട്ടുള്ളത് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് കേരള കോൺഗ്രസ് ഇപ്പുറത്ത് ജോസഫിലേക്ക് വന്ന് ലയിക്കുന്നതിനോട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. പക്ഷേ കേരള കോൺഗ്രസ് എമ്മിനെ വലിയൊരു അധികാര സ്ഥാനങ്ങളെല്ലാം വാഗ്ദാനം ചെയ്തുകൊണ്ട് മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ ഈ ഘട്ടത്തിൽ അവർ ഒരു തരത്തിലും താല്പര്യപ്പെടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ജോസഫ് ഗ്രൂപ്പിനെ തള്ളി പറഞ്ഞുകൊണ്ട് പാലായിലെ ഒരു പ്രാദേശിക സഖ്യമാണ് എന്ന നിലയിലൊക്കെ ഒരുപക്ഷെ കേരള കോൺഗ്രസ് സഖ്യം അവിടെ വീണ്ടും വന്നാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചും നിലവിൽ കോൺഗ്രസിന്റെ മുന്നണിയാണ് ഭരിക്കുന്നത് എന്നുള്ളതിനപ്പുറത്തേക്ക് ചെയർമാൻ, വൈസ് ചെയർമാൻ പദവികളൊന്നും തന്നെ ആ പാർട്ടിക്കില്ല. പക്ഷേ അവിടെ തങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കളായ LDFനെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത്, പ്രത്യേകിച്ച് പാല പോലെ കേരള കോൺഗ്രസ് എമ്മിന്റെ തട്ടകത്തിൽ അവരെ മാറ്റി നിർത്താൻ കഴിഞ്ഞു എന്നുള്ള രാഷ്ട്രീയ വിജയമാണ് കോൺഗ്രസ് ഈ നിലയിൽ അവിടെ ഒരു ഭരണം ഉണ്ടാക്കുന്നതിന് തന്നെ കാരണമായി തീർന്നത്. എന്തായാലും നിലവിൽ ഈ സങ്കീർണമാണ് പല വിഷയങ്ങളും, പല പാർട്ടികളുടെയും നിലപാടുകൾ വളരെ സങ്കീർണമാണ്. കാര്യങ്ങൾ അത്ര എളുപ്പമല്ല നിലവിലെ ഭരണത്തെ മറിച്ചിടുക. നിലവിലെ ഭരണത്തെ മറിച്ചിട്ടാലുള്ള വേറൊരു പ്രതിസന്ധി കൂടി ഉണ്ട് അഭിലാഷ്, അത് നമ്മൾ ചർച്ച ചെയ്യാത്ത വിഷയമാണ്. അതായത് ബിനു പുളിക്കക്കണ്ടത്തിന്, അതായത് ഈ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ LDF തയ്യാറാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒന്ന്. പക്ഷെ ബിനു പുളിക്കക്കണ്ടം ഉൾപ്പെടെയുള്ളവരുടെ നിലപാട് LDFുമായി ചേർന്ന് ഒരു ഭരണത്തിന് തങ്ങളില്ല, ഞങ്ങളുടെ വോട്ട് നൽകിക്കൊണ്ട് LDFനെയും, അതായത് കേരള കോൺഗ്രസ് എമ്മിനെയും ഭരണത്തിൽ എത്തിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ അവിടെയും ശ്രദ്ധേയമായ ഒന്ന്, ഇങ്ങനെ ഒരു മത്സരം വന്നാൽ ബിനു പുളിക്കക്കണ്ടം ഉൾപ്പെടെ 3 സ്വതന്ത്ര കൂട്ടായ്മ വിട്ടുനിന്നാൽ അപ്പുറത്ത് ഈ കേരള കോൺഗ്രസ് എമ്മിന് UDFന് വോട്ട് ചെയ്യാതെ LDFന് വോട്ട് ചെയ്യാതെ വിട്ടുനിന്നാൽ അവിടെ ഭൂരിപക്ഷം അംഗങ്ങൾ എന്ന നിലയിലേക്ക് LDF എത്തും. അങ്ങനെ കേരള കോൺഗ്രസ് എമ്മിന് ഭരണം കിട്ടുന്ന നിലയിലേക്ക് കാര്യം വരും. ഒരുപക്ഷെ ഈ ഭരണത്തെ അട്ടിമറിക്കാൻ കോൺഗ്രസോ അങ്ങനെ ഏതെങ്കിലും ആരെങ്കിലും അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ ഫലത്തിൽ അത് UDFന് വലിയ നഷ്ടക്കച്ചവടം ആയി മാറും. UDFന് ഭരണവും നഷ്ടമാകും, LDFന് ഭരണം കിട്ടുന്ന നിലയിലേക്ക്, അതായത് സ്വതന്ത്ര കൂട്ടായ്മ വിട്ടു നിൽക്കാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ LDF ഭരണത്തിലേക്ക് തിരിച്ചെത്തുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ള ശ്രദ്ധേയമായ ഒരു നീക്കം കൂടി അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ UDFന് ഈ ഭരണം മറിച്ചിട്ടാലും കാര്യങ്ങൾ എളുപ്പമല്ല. ആകെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, കേരള കോൺഗ്രസ് എമ്മുമായി സഖ്യം ചേർന്നാൽ അവിടെ ഭരണത്തിലേക്ക് എത്താൻ കഴിയും. പക്ഷേ അഭിലാഷ് നേരത്തെ ചൂണ്ടിക്കാണിച്ചത് കാലമാണ് ഇതിലെല്ലാം വളരെ പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ്. അതിനുള്ള കാലമായോ എന്ന ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. അഭിലാഷ്. എന്തായാലും ശ്രീജിത്ത് ഈ വിവരങ്ങൾ വിശദീകരിക്കുമ്പോൾ കഴിച്ചിട്ടിറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ പാലായിൽ കോൺഗ്രസ് എന്നതാണ്. അതായത് ഭരണം നഷ്ടപ്പെടുത്തുക എന്നത് സാധ്യമല്ല, അഥവാ നഷ്ടപ്പെടുത്തിയാൽ തന്നെ ഭരണത്തിൻ്റെ ഭാഗമായി ഇനി അടുത്ത മുന്നണിയുടെ ഭാഗമായി നിൽക്കേണ്ടതുണ്ട്. അവിടെയാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ കൈ പിടിക്കേണ്ടതായി വരുന്നത്. ആ ഇല അടർന്നു പോയിട്ട് ഒരു പതിറ്റാണ്ടായി എന്നതാണ് ഇപ്പോഴത്തെ ഒരു വർഷങ്ങളായി എന്നതാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ വീണ്ടും കൈ കൊടുക്കുമ്പോൾ ഇത്ര പെട്ടെന്ന്, അതും ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടി UDF അധികാരത്തിലിരിക്കുന്നു. അവിടെ കേരള കോൺഗ്രസ് ആകട്ടെ സമ്പൂജരായിരിക്കുന്നു. ഒരംഗം പോലും ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് നമ്മുടെ നിയമസഭയിലില്ല. അപ്പോൾ ഒരു നഗരസഭയുടെ ഭരണത്തിനു വേണ്ടി അങ്ങനെ കോംപ്രമൈസ് ചെയ്യണമായിരുന്നു എന്ന ചോദ്യമൊക്കെ പ്രവർത്തകരിൽ നിന്ന് ഉയരും. അതിൻ്റെയൊക്കെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ലാതാകുമ്പോൾ കൈകൊടുക്കാം എന്ന് മാത്രമേ നേതൃത്വത്തിന് തീരുമാനിക്കാനും പറ്റൂ. അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും വൈകിയെങ്കിലും പാലമാകുവാനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ.